തീരത്ത് ചരക്ക് കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചതോടെ മീൻ കഴിക്കാമോ എന്ന ആശങ്കയും ഉയരുകയാണ് അല്ലെ. മീൻ വാങ്ങാനും കഴിക്കാനും ജനങ്ങൾ ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ പേടിക്കേണ്ട എന്നും മീൻ ധൈര്യമായി കഴിക്കാമെന്നും സർക്കാർ വ്യക്തമാക്കുകയാണ്. പക്ഷെ അത് വെറുതെ അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. അതുകൊണ്ട് മന്ത്രി കെ എൻ ബാലഗോപാൽ മീൻ വിഭവങ്ങൾ കഴിച്ചു കാണിക്കുകയാണ് ഇവിടെ. ഈ യഥാർത്ഥത്തിൽ ഒരു പേടിയുണ്ടാവേണ്ട കാര്യമില്ലെങ്കിലും കുറച്ച് തെറ്റായ പ്രചരണമുണ്ട്. മത്സ്യം കഴിച്ചാൽ എന്തോ കുഴപ്പമുണ്ട്, കടലിൽ എന്തൊക്കെയോ കെമിക്കൽ കലർന്നു. അത് വസ്തുതയല്ല. മത്സ്യത്തിന് ഒരു കുഴപ്പമില്ല. ഒരു മത്സ്യം പോലും എവിടെയും ചത്തുപൊങ്ങിയ സംഭവം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ മത്സ്യം കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മത്സ്യം കഴിച്ചിട്ടാണല്ലോ ഇത് കാണിക്കേണ്ടത്, പറഞ്ഞിട്ട് മാത്രമല്ല. നിങ്ങളും കഴിക്കുന്നുണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് കഴിക്കുകയാണ്. അപ്പോൾ മത്സ്യം വളരെ സുരക്ഷിതമാണ്. ഈ പറയുന്ന തരത്തിൽ ഒരു ആശങ്കയുടെ അടിസ്ഥാനമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. കണ്ണൻ നായർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, ഏറ്റവും വലിയ ആശങ്ക ഇത് തന്നെയായിരുന്നു, മീൻ കഴിക്കാൻ പറ്റുമോ, എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നത്. പക്ഷേ സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു മീൻ ഭക്ഷിക്കാം, ഒരു പ്രശ്നവുമില്ല എന്ന കാര്യമൊക്കെ. പക്ഷെ അങ്ങനെ വെറുതെ പറയുന്നതിനേക്കാളും എപ്പോഴും നമുക്കൊരു ധൈര്യം കിട്ടുക, അത് കഴിച്ചുകൂടി കാണിച്ചു കഴിഞ്ഞാൽ ഇതിലും വലിയ ഉറപ്പ് എന്താണ് നൽകാൻ കഴിയുക അല്ലേ? മന്ത്രി ഇതേ കഴിച്ചു കാണിച്ചു കഴിഞ്ഞു, ഇനി ധൈര്യമായി കഴിക്കാമെന്ന് തന്നെയാണ് മന്ത്രിയും പറയുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ തന്നെ തുറന്നാൽ, അങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ മീൻ കഴിക്കരുത് എന്നുള്ള ഒരു പ്രചരണമാണ് വരുന്നത്. അതിന് ഇത്തരത്തിൽ പ്രചരണം നടത്തുന്ന, വ്യാജ പ്രചരണം നടത്തുന്ന ആൾക്കാർ പറയുന്ന കാര്യം, കപ്പലിൽ നിന്ന്, കഴിഞ്ഞ ദിവസം മുങ്ങിയ കപ്പലിൽ നിന്ന് ഒട്ടേറെ രാസവസ്തുക്കൾ കടലിലേക്ക് വീണിട്ടുണ്ട്. ആ രാസവസ്തുക്കളൊക്കെ കഴിച്ച മീൻ നമ്മൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ അടക്കമുള്ള രോഗമുണ്ടാവും എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തുന്നത്. ആ പ്രചരണം തെറ്റാണ് എന്ന് തന്നെ ആദ്യം പറയാം. അങ്ങനത്തിലുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനവും നടത്തിയിട്ടില്ല ഇതുവരെ. കടലിലെ വെള്ളത്തിലോ മറ്റും ഇത്തരത്തിൽ രാസവസ്തു കലർന്നിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിലേക്ക്, നിഗമനത്തിലേക്കോ അല്ലെങ്കിൽ ശാസ്ത്രീയ പഠനത്തിലേക്കോ ഒന്നും തന്നെ പോയിട്ടില്ല. അങ്ങനെ ഒരു കണ്ടെത്തലുണ്ടായിട്ടില്ല. അതൊന്നാമത്തെ കാര്യം. ഈ പ്രചരണം മൂലം ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധന മേഖല പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. കാര്യം അവിടെ ഉള്ള ബോട്ടുടമകൾക്കായാലും തൊഴിലാളികൾക്കായാലും ഏറ്റവും താഴെത്തട്ടിൽ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് വന്ന് മീൻ വിൽക്കുന്ന ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാർക്കായാലും അവരുടെയൊക്കെ തന്നെ ഉപജീവന മാർഗം അവസാനിക്കും ഇത്തരത്തിലുള്ളൊരു വ്യാജ പ്രചരണം കൊണ്ട്. ആ വ്യാജ പ്രചരണം കാരണം അതിനെ പൊളിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇറങ്ങിയത്. കൊല്ലം ജില്ലയുടെ മന്ത്രി കൂടിയായിട്ടുള്ള അദ്ദേഹം ഉദ്ദേശിച്ച പരിപാടി എന്നത്, അല്ലെങ്കിൽ നടപ്പാക്കിയ പരിപാടി എന്നത്, ആ മീൻ കഴിച്ചുകൊണ്ടും ഈ ജനങ്ങൾക്ക് മുന്നിൽ ഇത് പറയുന്നതെല്ലാം ഈ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ തെറ്റാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹം ശക്തികുളങ്ങര ഹാർബറിന് സമീപത്തെ മത്സ്യഫെഡിൻ്റെ കേന്ദ്രത്തിലേക്കാണ് എത്തിയത്. അവിടെ എത്തിയപ്പോൾ നല്ല വറ്റയും അയിലയും ചൂരയും അടക്കമുള്ള കടലിൽ വരുന്ന എല്ലാ മത്സ്യങ്ങളും ഉണ്ടായിരുന്നു. അത് കറി വെച്ച് അപ്പം തന്നെ വറുത്തുമൊക്കെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. യാതൊരു കാര്യവുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ അദ്ദേഹം ആ ഭക്ഷണം കഴിച്ച് ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത്, ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണം നടത്തരുത്. കാര്യം ഒരു വലിയ മേഖല സമീപിക്കരുത്. മാത്രമല്ല ജനങ്ങളെ ഭയത്തിലാക്കരുത്. കാര്യം പലപ്പോഴും മീൻ കഴിക്കുന്ന ആൾക്കാരെ, ശകലം മീൻ ചാർജുകളില്ലാതെ ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത ആൾക്കാരൊക്കെ തന്നെയുണ്ട്. അവരെയൊക്കെ തന്നെ ഭയപ്പാടിലാക്കുന്ന ഒരു സന്ദേശമാണ്. തീർച്ചയായും അത് തന്നെയാണ് കണ്ണൻ. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ